മുതിർന്ന നേതാക്കളെ, UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The entire world can see the difficulty faced by Indian farmers. ഇന്നത്തെ കാലത്ത് ലോകം മുഴുവൻ ഇന്ത്യയിലെ കർഷകർ നേരിടുന്ന ദുരിതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. But the government in Delhi is unable to understand the pain of the farmers. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഡൽഹിയിലിരിക്കുന്ന ഗവൺമെന്റിന് ഇന്ത്യയിലെ കർഷകരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. We have pop stars who are commenting on the situation of the farmers, but the Indian government is not interested. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ലോകാന്തര നിലവാരത്തിലുള്ള പോപ്പ് സ്റ്റാറുകളുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന് ഇതുവരെ ഇവിടുത്തെ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രതികരിക്കാനും സാധിച്ചിട്ടില്ല. They are not going to take back these 3 new laws unless they are forced. ഇന്ത്യൻ ഗവൺമെന്റിനെ നിർബന്ധിച്ചില്ലെങ്കിൽ, സമ്മർദ്ദത്തിലാക്കിയില്ലെങ്കിൽ അവർ ഈ കർഷക വിരുദ്ധമായ 3 നിയമങ്ങൾ പിൻവലിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. And there is a reason for it. അതിന് ഒരു കാരണമുണ്ട്. The reason is that these 3 laws are designed to destroy the agricultural system in India and give the entire business to 2 or 3 of Mr. Narendra Modi's friends. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് ഇവർ കർഷകരുടെ അവസ്ഥകളോട് പ്രതികരിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 നിയമങ്ങളും ഇന്ത്യയിലെ കാർഷിക വ്യവസ്ഥയെ അപ്പാടെ തകർത്തുകൊണ്ട് ഈ സിസ്റ്റത്തെ, ഈ വ്യവസ്ഥയെ മുഴുവൻ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ 2-3 പേർക്ക് കൈമാറാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇവരുടെ കർഷകരുടെ അവസ്ഥയോട് പ്രതികരിക്കാതിരിക്കുന്നത്. If you ask a person on the street which is the biggest business in India, they will answer you. Somebody will say it's the automobile business. Somebody will say it is real estate. Somebody will say that it is the airline business. നമ്മൾ തെരുവിലുള്ള ആരോടെങ്കിലും ചോദിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായം എന്താണെന്ന്, ചിലർ പറയും അത് ഓട്ടോമൊബൈൽ ബിസിനസ് ആണ്, ചിലർ പറയും റിയൽ എസ്റ്റേറ്റ് വ്യവസായമാണ്, ചിലർ പറയും മറ്റെന്തെങ്കിലും വ്യവസായമാണെന്ന് പറയും. But the reality is that the biggest business in this country is agriculture. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ഈ രാജ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് കൃഷിയാണ്. And there is a big difference between this business and every other business in India. പക്ഷെ അത് മാത്രമല്ല, ഈ രാജ്യത്തെ മറ്റെല്ലാ വ്യവസായങ്ങളും ഈ വ്യവസായവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. The difference is that if you look at the automobile industry, you will find one man owns Tata, another man owns Mahindra. ഈ മറ്റുള്ള വ്യവസായങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വ്യവസായത്തിൽ നോക്കിയാൽ മനസ്സിലാകും. ഒരു വ്യക്തിയാണ് ടാറ്റയുടെ ഉടമസ്ഥൻ, മഹീന്ദ്രയുടെ ഉടമസ്ഥൻ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തികളാണ് ഈ പറയുന്ന വ്യവസായങ്ങളുടെ ഉടമസ്ഥരായിട്ടുള്ളത്. If you look at the airline business, you will find that somebody owns Indigo. നിങ്ങൾ അതുപോലെ തന്നെ എയർലൈൻ വ്യവസായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇൻഡിഗോ എന്ന വിമാന കമ്പനി ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. But agriculture is the only business that is owned by 40% of India's people. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കൃഷി എന്ന് പറയുന്ന ഒരു വ്യവസായം മാത്രമാണ് ഇന്ത്യയിലെ 40% വരുന്ന ജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ഏക വ്യവസായം എന്നത് നമ്മൾ മനസ്സിലാക്കണം. And it is worth 40 lakh crore rupees. അത് മാത്രമല്ല 40 ലക്ഷം കോടി രൂപ മൂല്യമുള്ളതാണ് ഈ അഗ്രികൾച്ചർ, കൃഷി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായം. So who are all these people that own this business? ഈ ആളുകൾ ആരാണ്? ഈ വ്യവസായങ്ങളുടെ ഉടമസ്ഥതയുള്ള ആളുകൾ ആരാണ്? They are the farmers. അവര് നമ്മുടെ കർഷകരാണ്. They are the laborers. അവര് നമ്മുടെ തൊഴിലാളികളാണ്. They are the small traders who work in the mandis. നമ്മുടെ ചെറിയ ചെറിയ കർഷക ചന്തകളിൽ പ്രവർത്തിയെടുക്കുന്ന ചെറിയ വ്യാപാരികളാണ്. They are the little shopkeepers who there, for example, that bakery. ഉദാഹരണത്തിന് ആ ബേക്കറിയിൽ കാണുന്നത് പോലെയുള്ള ചെറിയ കച്ചവടക്കാർ, ഇവരൊക്കെയാണ് കൃഷി എന്ന് പറയുന്ന ഈ വലിയ വ്യവസായത്തിന്റെ ഉടമസ്ഥർ. They are the people who sell fruits and vegetables on the sides of the roads. ഈ റോഡിന്റെ സൈഡിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വിൽക്കുന്ന സാധാരണ ആളുകളാണ് ഈ കൃഷി എന്ന് പറയുന്ന വ്യവസായത്തിന്റെ ഈ രാജ്യത്തെ ഉടമസ്ഥർ. Millions and millions of Indians own this business. ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് കൃഷി എന്ന് പറയുന്ന ഈ വ്യവസായത്തിന്റെ ഉടമസ്ഥർ.
there are many people who want to own this business. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഈ വ്യവസായത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. They don't want it to belong to 40% of India. ആ ആളുകൾക്ക് കൃഷി എന്ന് പറയുന്ന ഈ വ്യവസായം ഈ രാജ്യത്തെ 40% വരുന്ന ഇന്ത്യക്കാരുടെ ഉടമസ്ഥയിൽ ഇരിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. I will put it in a different way. ഞാനിത് നിങ്ങളോട് വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു തരാം. Agriculture is the only business that belongs to Bharat Mata. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃഷി എന്ന് പറയുന്ന ഒറ്റ വ്യവസായം മാത്രമാണ് ഭാരത മാതാവിന്റെ ഭാരതാംബയുടെ സ്വന്തമായ ഏക വ്യവസായം. Every other business belongs to somebody or the other. This business belongs to Bharat Mata. മറ്റെല്ലാ വ്യവസായങ്ങളും മറ്റാരുടെയൊക്കെയാണ്. പക്ഷേ കൃഷി എന്ന് പറയുന്ന ഒറ്റ വ്യവസായം നമ്മുടെ ഭാരത മാതാവിന്റേതാണ്. And if you people want to own this business, നിങ്ങൾക്ക് ഈ വ്യവസായം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ, and these 3 laws are designed to allow 2 or 3 people to own and control Indian agriculture. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന 3 നിയമങ്ങൾ 2-3 ആളുകളെ ഭാരതത്തിന്റെ കൃഷി എന്ന വ്യവസായത്തെ സ്വന്തമാക്കാനും നിയന്ത്രിക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ 3 കർഷക നിയമങ്ങൾ. In my parliament speech I said in Hindi, hum do hamare do. പാർലമെന്റിലുള്ള എന്റെ പ്രസംഗത്തിൽ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു, നാം 2 നമുക്ക് 2. 2 people in the government are partnering with 2 people outside the government. ഗവൺമെന്റിലുള്ള 2 ആളുകൾ ഗവൺമെന്റിന്റെ പുറത്തുള്ള 2 ആളുകളുമായി പങ്കാളികളായിട്ടാണ് നാം 2 നമുക്ക് 2 എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. Brothers and sisters, the idea is very, very simple. It is that these 4 people should control Indian agriculture. എന്റെ സഹോദരന്മാരെ, ഇതിന് പിന്നിലുള്ള ആശയം വളരെ ലളിതമാണ്. നാം 2 നമുക്ക് 2 എന്ന് പറയുന്ന ഈ 4 വ്യക്തികൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ കാർഷിക മേഖലയും നിയന്ത്രിക്കണം എന്നതാണ് ഈ നിയമങ്ങളുടെ അടിസ്ഥാനവും ഇതിന് പിന്നിലെ ആശയവും. The idea is that farmers should sell their products directly to these big businesses. ഇതിന്റെ പിന്നിലെ ആശയം എന്ന് പറഞ്ഞാൽ കർഷകരായ നിങ്ങൾ ഓരോരുത്തരും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന വലിയ വ്യവസായികൾക്ക്, ഈ ആളുകൾക്ക് നേരിട്ട് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കണം. Idea is that Rara Bakery and Cool Bar should not belong to this person who it belongs to. ഇതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന റാറ ബേക്കറിയും കൂൾ ബാറും അതിന്റെ ഉടമസ്ഥനായ ആളുടെ സ്വന്തമാകാൻ പാടില്ല. Idea is that in the whole of India there should be similar shops that belong to one person. ഇതിന്റെ പിന്നിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ ഒരേപോലെയുള്ള കടകൾ ഉണ്ടാവണം. അതും ഒരു വ്യക്തിക്ക് മാത്രം ഉടമസ്ഥതയുള്ള ഒരേപോലെയുള്ള അനേകം ഇതുപോലെയുള്ള കടകൾ ഈ രാജ്യം മുഴുവൻ ഉണ്ടാകണം. അതാണ് ഈ നിയമങ്ങളുടെ പിന്നിലുള്ള ആശയം. So they want to destroy the entire agricultural chain. എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃഷിയുടെ മുഴുവൻ ശൃംഖലയെയും ഇവർക്ക് നശിപ്പിക്കണം. And the chain protects 40% of our country. അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാർഷിക ശൃംഖല എന്ന് പറയുന്നത് 40% ജനങ്ങളെ, ഈ രാജ്യത്തെ 40% ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ കാർഷിക ശൃംഖലയാണ് അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. And the same chain gives food to 100% of our country. അത് മാത്രമല്ല, അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാർഷിക ശൃംഖല എന്ന് പറയുന്നത് ആ ശൃംഖലയാണ് ഈ രാജ്യത്തെ 100% ജനങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്. I will explain the 3 laws to you very, very simply. ഞാൻ നിങ്ങൾക്ക് ഈ 3 നിയമങ്ങളും വളരെ ലളിതമായി വിശദമാക്കി തരാം. The first law says that the biggest businesses in the country and outside can buy products from farmers, vegetables, fruits, wheat, anywhere and any amount. ആദ്യത്തെ നിയമം പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായങ്ങൾക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് പഴങ്ങൾ, പച്ചക്കറികൾ, ഗോതമ്പ് തുടങ്ങിയ എന്ത് സാധനമായാലും എത്ര അളവിൽ വേണമെങ്കിലും വാങ്ങിക്കാം എന്നാണ് ആദ്യത്തെ നിയമം പറയുന്നത്. And the farmers will have to buy from the most powerful businesses. അത് മാത്രമല്ല, ഈ കർഷകർക്ക് വാങ്ങിക്കേണ്ടി വരുന്നത് ഏറ്റവും ശക്തരായ വ്യവസായികളിൽ നിന്നാണ്. This is the first law. ഇതാണ് ആദ്യത്തെ നിയമം. And this law will destroy the concept of mandi. ഈ നിയമം എന്ന് പറയുന്നത്, ആദ്യത്തെ കർഷക നിയമം എന്ന് പറയുന്നത് മണ്ടികൾ, അതായത് കർഷകരുടെ ചന്തകൾ എന്ന് പറയുന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കി കളയും. It will destroy the concept of a farmer's market. ഇത്
ഈ നിയമം എന്ന് പറയുന്നത്, ആദ്യത്തെ കർഷക നിയമം എന്ന് പറയുന്നത് കർഷകരുടെ ചന്തകൾ, കർഷകരുടെ വിപണികൾ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയും. Imagine if the biggest businesses can go direct to the farmer to buy, what is the need for the mandi? നിങ്ങൾ ഇന്ന് സങ്കല്പിച്ച് നോക്കുക, ഈ വലിയ വ്യവസായികൾക്ക് കർഷകരുടെ അടുത്ത് പോയി നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് ഇവിടെ കർഷക ചന്തകളുടെ ആവശ്യം? അതിന്റെ പ്രാധാന്യം എന്താണ്? So the first law is designed to destroy the farmers market. അതുകൊണ്ട് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് കർഷകരുടെ ചന്തകൾ, മണ്ഡി സിസ്റ്റം, അതിനെ ഇല്ലാതാക്കി കളയുന്നതാണ് ആദ്യത്തെ കർഷക നിയമം. The second law says that the biggest businesses in the country can store as much grain, as much vegetable, as much fruit as they want to. രണ്ടാമത്തെ നിയമം പറയുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന അളവിലുള്ള ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഇവ അവർ ആഗ്രഹിക്കുന്ന അളവിൽ സംഭരിക്കാം എന്നാണ് രണ്ടാമത്തെ നിയമം പറയുന്നത്. For as long as they want to. അവർ എത്ര കാലം ആഗ്രഹിക്കുന്നു, എത്ര അളവിൽ ആഗ്രഹിക്കുന്നു, അങ്ങനെ അവർക്ക് ഇത് സംഭരിക്കാൻ സാധിക്കും. This is a direct attack on the Essential Commodities Act. ഇത് എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് അവശ്യ വസ്തു നിയമം എന്ന് പറയുന്ന നിയമത്തിന്മേലുള്ള ഒരു നേരിട്ടുള്ള ആക്രമണമാണ്. And this is designed to make sure the farmer cannot negotiate for price. ഇത് എന്തിനാണെന്ന് അറിയുമോ? കർഷകർക്ക് അവരുടെ വിലയ്ക്ക് വേണ്ടി ഒരു കൂടിയാലോചന നടത്താൻ സാധിക്കില്ല, വിലയ്ക്ക് വേണ്ടി വിലപേശാൻ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ രണ്ടാമത്തെ നിയമം. Today already, huge percentage of the grain that is kept in silos is owned by one man. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മുടെ രാജ്യത്തെ ധാരാളം വളരെയധികം അളവിലുള്ള ധാന്യങ്ങൾ ഒരാളുടെ സംഭരണ അറകളിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. He is the same man who is being gifted all the airports and all the ports. ആ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളും എല്ലാ തുറമുഖങ്ങളും സംഭാവനയായി സൗജന്യമായി ലഭിച്ച ആളിന്റെ അറകളിലാണ്, സംഭരണ അറകളിലാണ് ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ധാന്യവും ഇന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. And I will now explain to you how it is going to work. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, നിങ്ങളോട് വിശദമാക്കി തരാം ഇത് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ When പോകുന്നത്. the farmer goes to sell his products in the market, എപ്പോഴെങ്കിലും നമ്മുടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ വിപണിയിൽ വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ the businessman will flood the market with the same product. ഇതേ ഉൽപ്പന്നങ്ങൾ, ഇവരുടെ സംഭരണാറകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കർഷകർ വിപണിയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ ഈ വ്യവസായികൾ ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഒരു പ്രളയം തന്നെ നമ്മുടെ വിപണികളിൽ സൃഷ്ടിക്കും. And the farmer will be forced to sell his product at a minimum price. അതിന്റെ ഫലം എന്താണെന്ന് അറിയോ? നമ്മുടെ കർഷകർ വളരെ ചെറിയ വിലയ്ക്ക്, ഏറ്റവും താഴ്ന്ന വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവർ നിർബന്ധിതരാകുന്ന അവസ്ഥ ഈ രാജ്യത്തുണ്ടാവും. And 10-15 days later, when the same farmer goes to buy his fruit, his vegetable, his wheat, that same businessman will buy these products and put them into his silo. അത് മാത്രമല്ല, വീണ്ടും ഈ കർഷകർ തങ്ങൾ വിറ്റ അതേ ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ വാങ്ങാൻ പോകുമ്പോൾ ഇതേ ബിസിനസ്സുകാർ ഇതേ സാധനങ്ങൾ വാങ്ങിച്ച് വീണ്ടും അവരുടെ സംഭരണാറകളിൽ സൂക്ഷിക്കാൻ തുടങ്ങും. The result will be that prices will rise and the farmer will pay more to buy his own agricultural products. ഇതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? വില അമിതമായിട്ട് കൂടും. അതിന്റെ ഫലമായി കർഷകർക്ക് അവരുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വളരെ അധികം വില നൽകേണ്ടി വരും. And the third law is the most fantastic law of them all. ഇതിലെ ഏറ്റവും മനോഹരമായ നിയമം എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ്. The third law says that if the farmer wants to argue about the price of what he is selling, മൂന്നാമത്തെ നിയമം പറയുന്നതാണ് കർഷകന് അവർ വിൽക്കുന്ന സാധനങ്ങളുടെ വിലയെ പറ്റി ഒന്ന് വാദിക്കണമെങ്കിൽ, വില പേശണമെന്നുണ്ടെങ്കിൽ, if he has a dispute about the price, ഈ വിലയെക്കുറിച്ച് ഈ കർഷകർക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ, he cannot go to court. കർഷകർക്ക് കോടതിയിൽ പ്രശ്നപരിഹാരത്തിന്, തർക്കപരിഹാരത്തിന് കോടതിയിൽ പോകാൻ സാധിക്കില്ല. Imagine this. Farmers are not allowed to go to court. നിങ്ങൾ ഇത് സങ്കല്പിച്ച് നോക്കുക, കർഷകർക്ക് കോടതിയിൽ പോകാനുള്ള അനുവാദമില്ല. So the third law clearly takes away the legal rights of farmers. അതുകൊണ്ട് ഈ മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർഷകരുടെ നിയമപരമായ അവകാശങ്ങളെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. And that is why we are going to oppose these laws and make sure that the government is forced to
take them back. അതുകൊണ്ടാണ് നമ്മൾ ഈ നിയമങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കും എന്ന് ഉറപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും എതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. And that is why millions of farmers are protesting in the country. അതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് കർഷകർ നമ്മുടെ രാജ്യത്ത് ഈ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. And that is why we drove a tractor here to make the farmers understand that we are standing with them, we are going to help them, and we are going to make sure this BJP government takes back these laws. അതുകൊണ്ടാണ് നമ്മൾ ഒരു ട്രാക്ടർ ഓടിച്ച് ഇവിടെ വന്നത്. കാരണം ഇവിടുത്തെ കർഷകരോട് നമ്മൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ കർഷക വിരുദ്ധ നിയമങ്ങൾ ഈ BJP ഗവൺമെന്റ് പിൻവലിക്കുന്നത് വരെ പോരാടാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഈ കർഷകരോട് പറയുന്നതിന് വേണ്ടിയാണ് ട്രാക്ടർ ഓടിച്ച് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. We are not going to allow Bharat Mata's business to be taken over by 2 or 3 of Narendra Modi's friends. ഞങ്ങൾ ഭാരതാംബയുടെ ഈ ഏറ്റവും വലിയ വ്യവസായത്തെ നരേന്ദ്രമോദിയുടെ 2 or 3 സുഹൃത്തുക്കൾ കൈയടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I'd like to also speak about the buffer zone issue. ഞാൻ ബഫർ സോൺ പ്രശ്നത്തെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. The buffer zone is going to cause tremendous hardship to the people of our constituency. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് ഈ ബഫർ സോൺ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുകയാണ് എന്ന് എനിക്കറിയാം. And I wrote to the government in Delhi and said to them that this is completely unacceptable. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ ഡൽഹിയിലെ ഗവൺമെന്റിന് കത്തെഴുതിയിട്ടുണ്ട്. And we asked a question in parliament ഞങ്ങൾ പാർലമെന്റിൽ ഇതേക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു about the buffer zone and why it had been imposed. ഈ ബഫർ സോണിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ബഫർ സോൺ ഇവിടെ ഏർപ്പെടുത്തിയത് എന്നതിനെ കുറിച്ച് പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു. And we were shocked when the government of India, the minister, told us that the reason the buffer zone has been put in place is because the government of Kerala has recommended it. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ഈ ബഫർ സോൺ നടപ്പിലാക്കിയതെന്ന് എന്റെ ഉത്തരമായിട്ട് മന്ത്രി പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ഗവൺമെന്റ് ഇത് ശുപാർശ ചെയ്തത് കൊണ്ടാണ് ഇവിടെ ബഫർ സോൺ നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ ഉത്തരം കിട്ടിയപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. Everybody understands the damage that this buffer zone is going to do. ഈ ബഫർ സോൺ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ദുരിതം എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുന്നതാണ്. And I think it is very important that the government of Kerala changes their position on this and make sure that this buffer zone problem is fixed. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരള ഗവൺമെന്റ് ഈ ബഫർ സോൺ വിഷയത്തിൽ അവരുടെ നിലപാട് മാറ്റി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികളുമായി മുൻപോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. And the government of India has indicated that if the Kerala government changes its position, then the government of India would consider changing its position. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് കേരളത്തിലെ ഗവൺമെന്റ് ബഫർ സോൺ വിഷയത്തിൽ അവരുടെ ഇന്നത്തെ നിലപാട് മാറ്റാൻ തയ്യാറാകുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഈ കാര്യത്തിൽ അവരുടെ ചിന്താഗതിയും നിലപാട് മാറ്റാൻ തയ്യാറാണെന്നുള്ള സൂചന ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. So I would request the Chief Minister to please kindly do the needful and fix this problem. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. Finally, the issue of man-animal conflict is a very serious and complex issue. അവസാനമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയും ഇവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അത് വളരെ ഗൗരവമുള്ളതും സങ്കീർണവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. But it is causing tremendous hardship to our people. അത് ഇവിടുത്തെ നമ്മുടെ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. And it is important that this issue is resolved compassionately. അതുമാത്രമല്ല ഈ പ്രശ്നം വളരെ അനുകമ്പയോടുകൂടി സഹാനുഭൂതിയോടുകൂടി പരിഹരിക്കപ്പെടണം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. We are absolutely committed to resolving this problem. ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ, ഇവിടുത്തെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്ന പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. I would like to finally thank all of you for coming here and appreciate that you listened to what I had to say so nicely. അവസാനമായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിനും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടതിനും നിങ്ങളോട് ഞാൻ എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. Thank you. Thank you. ചേട്ടാ
സുഹൃത്തുക്കളെ, കനികൻ സർവകലാശാലയിൽ നടന്ന സംസ്ഥാന ജൂനിയർ സീനിയർ അത്ലറ്റിക് മീറ്റിൽ അണ്ടർ 20 വിഭാഗത്തിൽ 400 മീറ്റർ 800 മീറ്റർ മത്സരത്തിൽ സ്വർണം നേടിയ